ഹലോ. അപ്പോൾ നമുക്ക് ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 1 കിലോ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങി മുറിച്ചൊക്കെ കഷ്ണമാക്കി വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുകയാണ്. കുറച്ച് നേരം ഉപ്പിട്ട് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിലേക്ക് ഉലുവയും കടുകും വറക്കാൻ കേട്ടോ. അങ്ങനെ അത് വറുത്ത് പിന്നെ അതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, വീട്ടിലാട്ടിയ നല്ല എണ്ണ തന്നെയാണ്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ചൂടായി വരട്ടെ. അതിന് ശേഷം 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കടുക് ഉലുവയും മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയാണ് കേട്ടത്. വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി മാത്രം കേട്ടോ. വെളുത്തുള്ളി കൂട്ടിയിട്ടില്ല മാങ്ങാച്ചാറിലേക്ക്. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായി മൂത്ത് വരട്ടെ. അതിന് ശേഷം പിന്നെ അതാ പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചതാട്ടത്, നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ, അതിന് വേണ്ടി ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പ് ഇട്ട് കൊടുക്കണേ. അതൊന്ന് മൂത്ത് വരട്ടെ. അത് നന്നായി ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മുളക് പൊടിയാണ്, സാധാ മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാ മുളക് പൊടിയാണ്. അത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കണം, പച്ചച്ചവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന അച്ചാർ പൊടി കേട്ടോ. 2 സ്പൂണ് അച്ചാർ പൊടി, 3 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. 1 കിലോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി അത് നല്ല ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ, കായത്തിൻ്റെ പൊടിയാണ്. കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടി, നല്ല സ്മെല്ലുള്ള കായാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ അതെല്ലാ പൊടികളും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം അതും ഒന്ന് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് വറ്റി വരണേ. അതിന് വേണ്ടി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അത് ഒഴിച്ച് നമ്മൾ കുറുക്കി കൊടുത്താൽ മാങ്ങ പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. അപ്പോൾ അതിലിറങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങൾ വീണതൊക്കെ ഇത് കോരി മാറ്റി വയ്ക്കണേ. സാധാ മാങ്ങ അല്ല, നമ്മൾ നാട്ടിലെ മാങ്ങ അല്ലല്ലോ ഇത് പെട്ടെന്ന് വേവണ മാങ്ങ അല്ലേ, പുളിമാങ്ങ. അത്ര പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് അതൊക്കെ കുറുക്കിയെടുക്കാൻ കേട്ടോ. നന്നായി കുറുകി വന്നെ. അപ്പോൾ നല്ല കുറുകിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടി തിളച്ച് എന്നിട്ടാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി മാങ്ങ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ അല്ലാതെ ഇട്ട് കൊടുത്ത് കേട്ടോ, നന്നായിട്ട് ഇളക്കി ചേർത്ത് വെച്ചടാ. അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതാ കേട്ടോ. നേരത്തെ വറുത്ത പൊടിയാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അത് ഇട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഒക്കെ എല്ലാതും കൂടെ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.